അതെ, ഇന്ന് രാവിലെ അരയ്ക്കാനായിട്ട് തേങ്ങ എടുക്കാൻ പോയപ്പോഴാണ് കേട്ടോ മുളച്ച തേങ്ങ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ മുളച്ച തേങ്ങയ്ക്കകത്ത് പൊങ്ങ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇവിടെ പൊങ്ങെന്നാണ് പറയുന്നത്, വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പേര് പറയുമോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു സാധനത്തിന് നമ്മുടെ വീട്ടിൽ ഭയങ്കര അടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ തേങ്ങ മാറ്റിയിട്ടിട്ട് അമ്മാളും എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എടുത്ത് അമ്മാളിനെ സർപ്രൈസായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത്. അമ്മാൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാനത് സർപ്രൈസായിട്ട് കാണിച്ചു കൊടുത്തു. അമ്മാളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവൾക്കത് എത്രത്തോളം ഇഷ്ടമാണെന്ന്. എനിക്ക് കിട്ടുമോയെന്ന് കൂടി അറിയത്തില്ല. സാധാരണ പൊങ്ങ് പൊട്ടിക്കുമ്പോൾ പ്രത്യേകം പറയും അമ്മ അത് ഫുള്ളായിട്ട് കിട്ടണം, മുറിഞ്ഞു പോകരുതെന്ന്. പക്ഷേ ഇന്ന് പൊങ്ങ് പൊട്ടിച്ച സമയത്ത്, തേങ്ങ പൊട്ടിച്ച് പൊങ്ങെടുത്ത സമയത്ത് അത് പിളർന്നു പോയി. പിന്നെ വീഡിയോ എടുക്കുന്ന ആ ഒരു ആഹ്ലാദത്തിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ ഞാൻ പതിയെ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് അത് ഇളക്കിയെടുത്തപ്പോഴേ താഴെ പോകുമെന്നുള്ള വെപ്രാളമായിരുന്നു ആളിന്. അപ്പോഴേ കൈ നീട്ടാൻ തുടങ്ങി. ഞാനത് ഇളക്കിയെടുത്ത് അവളുടെ കയ്യിൽ തന്നെയാണ് കേട്ടോ ആദ്യം കൊടുത്തത്. 2 പീസും കൂടി ചേർന്ന് വെക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു പൊങ്ങായിരുന്നു. അതിനകത്ത് വലിയ പീസ് അമ്മാളു തന്നെ എടുത്തു കേട്ടോ. എന്നിട്ട് ആ കുഞ്ഞു പീസ് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ആ കാര്യം വെക്കേണ്ട, കിട്ടിയതാവട്ടെ എന്ന് കരുതി ഞാനും സന്തോഷിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ കാത്തു എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അത് ഞങ്ങളുടെ തത്തയാണ് കേട്ടോ. നമ്മൾ എന്ത് കഴിച്ചാലും അവൾക്ക് കൊടുത്തില്ലെങ്കിൽ അവൾ ഭയങ്കര അലപ്പാണ് കിടന്ന്. അതുകൊണ്ട് അതിനകത്തുനിന്നൊരു ഇത്തിരി എടുത്ത് അവൾക്ക് കൊടുത്തപ്പോഴേ അവൾ കൊത്താനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ അമ്മാളും കഴിച്ചു, ഞാനും കഴിച്ചു, കാത്തും കഴിച്ചു. വളരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.